ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു മഹാവിസ്മയത്തെ ആർക്കും പറഞ്ഞ് അറിയിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ബ്രാൻഡ് ദേ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ. കാരണം വെറും 15 മണിക്കൂർ കൊണ്ട് 13 മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുകയാണ്. വെറും 15 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു ദിവസം പോലും ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 13 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരുടെ ചാനലിന്റെ ഫോട്ടോസും കാര്യങ്ങളോട് സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഇട്ടിട്ടുള്ളത് വെറും 19 വീഡിയോ ആണ്. അതായത് എല്ലാ വീഡിയോ ഒക്കെ അപ്പം തന്നെ അങ്ങോട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ വെറും 15 മണിക്കൂർ കൊണ്ട് എന്താ പറയുക 13 മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 1 മില്യന്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാരന് കയറുന്നുണ്ട്. എന്താ അല്ലേ അവസ്ഥ? ഈ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുൻപ് ചാനൽ തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂട്യൂബിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടായിരുന്നു. അതായത് ആളുകളെല്ലാം ഒന്നായിട്ട് കുത്തിയൊഴുകി വരുന്ന സമയത്ത് അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനോയ്ക്ക് ഇത്തരത്തിൽ ചാനൽ തുടങ്ങാനുള്ള അനുമതി കൊടുക്കാതിരുന്നത്. ഇപ്പൊ ആ അനുമതി കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കുത്തിയൊഴുകി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 19 വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും ഒരു ദിവസം കൊണ്ട് 19 വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. 15 മണിക്കൂർ കൊണ്ട് 13 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ്. റെക്കോർഡ് തകർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും പുള്ളിക്കാരൻ ഫുട്ബോളിൽ മാത്രമേ റെക്കോർഡുകൾ തകർത്തിട്ടുള്ളൂ എന്നല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടെയും പുള്ളിക്കാരൻ ഒരു റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. ഞാനവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതിവേഗം 1 മില്യൺ നേടിയ യൂട്യൂബ് ചാനൽ എന്ന നേട്ടം സൗത്ത് കൊറിയൻ ഗായികയായ ജെന്നി റൂബി ജെയിൻ ആയിരുന്നു. 7 മണിക്കൂർ കൊണ്ടായിരുന്നു ജെന്നിയുടെ ചാനൽ ഈ നേട്ടം കൊയ്തത്. എന്നാൽ റെക്കോർഡിനെ ഭേദിച്ച ക്രിസ്ത്യാനോയുടെ ചാനൽ വെറും 1.5 മണിക്കൂർ കൊണ്ട് റെക്കോർഡ് തകർത്തു. ഇവിടെ ജെന്നി എന്ന് പറയുന്ന ഗായികയുടെ ചാനൽ 7 മണിക്കൂർ കൊണ്ടാണ് 1 മില്യൺ തീർത്തിരുന്നത്. എന്നാൽ ക്രിസ്ത്യാനോയുടേത് വെറും 1.5 മണിക്കൂർ കൊണ്ട് മില്യൺ കടന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ റെക്കോർഡും ക്രിസ്ത്യാനോ സ്വന്തമാക്കിയിരിക്കുകയാണ്. പിന്നെ കൂടാതെ ഇപ്പൊ ഏറ്റവും നിലവിൽ കൂടുതൽ ഇവിടെ സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നത് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ചാനലാണ്. സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ റെക്കോർഡും നമ്മുടെ ക്രിസ്ത്യാനോ തകർക്കാൻ ഒരു ചാൻസ് ഉണ്ടേ. ചാൻസ് ഉണ്ടേ എന്നല്ല, ചാൻസ് ഉണ്ട്, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഒന്നാമൻ നമ്മുടെ CR7 ആണ്. 636 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. അത് വേറെ കാര്യം. മെസ്സിയുടെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 504 മില്യൺ. സെക്കൻഡ് സ്ഥാനത്ത് നമ്മുടെ മെസ്സിയുമുണ്ട്. അപ്പൊ ഇതൊന്നും കൂടാതെ ക്രിസ്ത്യാനോ ഇത് വെറും ഒരു തമാശക്ക് തുടങ്ങിയതാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാക്കും. പക്ഷെ അല്ലടേ, പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ ചാനലിന്റെ പേരൊക്കെ നല്ല രീതിക്ക് വെടിപ്പാക്കിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏതായാലും ഇത് എന്തിനോ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഏതായാലും വിരമിക്കാനായിട്ടുണ്ടല്ലോ, ഫുട്ബോളിൽ നിന്നും വിരമിക്കാനായിട്ടുണ്ട്. വിരമിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടടേ. ഇപ്പൊ ഇങ്ങനെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിയും തുടങ്ങണം. എന്നാലേ അതിനൊരു ഹരം കിട്ടത്തുള്ളൂ. അല്ലാതെ ക്രിസ്ത്യാനോ മാത്രം വ്ളോഗും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് അതിൽ അത്ര വലിയൊരു രസം ഉണ്ടാകില്ല. ഇത് മെസ്സി കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ആളുകൾക്ക് എന്താ പറയാ, ആ ഒരു ഫാൻസിന്റെ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെസ്സി കൂടെ തുടങ്ങണം എന്നുള്ളതാണ് എനിക്കിതിലൊരു ഇത് പറയാനുള്ളത്. കാരണം പുള്ളിക്കാരൻ എത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നൊക്കെ നോക്കാമല്ലോ. അപ്പൊ ഏതായാലും ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോകട്ടെ. വിരമിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി എൻ്റെ നെഞ്ചത്തേക്ക് ആരും കയറാൻ വരണ്ട. അപ്പൊ ഏതായാലും പുള്ളിക്കാരൻ ഇതും ഇവിടെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. യൂട്യൂബ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയപ്പോഴേക്കും അവാർഡും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. ഏതായാലും നടക്കട്ടെ. അപ്പോൾ മെസ്സി കൂടെ തുടങ്ങുകയാണെങ്കിൽ ഒരു ഹരമായിരുന്നു.